കെ.വി. ഗണേഷ് കുമാറിൻ്റെ പാർട്ടിക്ക് സംസ്ഥാനത്ത് മുഴുവൻ അടിത്തറയുണ്ട് എന്നൊന്നും പറയുന്നില്ല. പക്ഷേ പത്തനാപുരത്തും അതോടൊപ്പം തന്നെ കൊട്ടാരക്കരയിലൊക്കെ ആർ ബാലകൃഷ്ണപിള്ളയ്ക്കും കെ.വി. ഗണേഷ് കുമാറിനും വലിയ രീതിയിലുള്ള സ്വീകാര്യതയുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ ഒരു സ്വീകാര്യതയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിന്നിട്ടുള്ളത്. ഈ ജനാധിപത്യ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ഈ ജെട്ടി മോഷണവുമായി ബന്ധപ്പെട്ടിട്ട് ആന്റണി രാജുവിനെ ശിക്ഷിച്ചതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ നിലനിൽപ്പ് തന്നെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. കടന്നപ്പള്ളി രാമചന്ദ്രനെ സംബന്ധിച്ചിട്ട് പ്രായത്തിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. എന്നാൽ അദ്ദേഹത്തെ ഒരു രക്ഷാധികാരിയൊക്കെ ആയിട്ട് പാർട്ടിക്ക് നിർത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരിക്കലും പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടോ, ഇപ്പം കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം തന്നെയാണ്, എങ്കിൽ തന്നെയും അദ്ദേഹത്തിന് ഇനി വരും ദിവസങ്ങളിൽ എത്രത്തോളം സജീവമായിട്ട് രാഷ്ട്രീയത്തിൽ കളം പിടിക്കാൻ പറ്റുമെന്നുള്ളത് ചോദ്യചിഹ്നമാണ്. പി.വി. അൻവറിനെ ഒന്നും ഒരിക്കലും ഇടതുപക്ഷം അംഗീകരിക്കത്തില്ല. പി.വി. അൻവറിനെ കോൺഗ്രസോ യു.ഡി.എഫോ തന്നെ അംഗീകരിക്കാൻ വേണ്ടി പോകുന്നില്ല. കാരണം വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നിടത്തോളം അത്രയും കാലം പി.വി. അൻവറിന് വേണ്ടത്ര ഒരു പരിഗണനയും കൊടുക്കത്തില്ല. അപ്പോൾ കെ.വി. ഗണേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയ ചെറു പാർട്ടികളുടെ എല്ലാം കൊണ്ട് ഒരു പുതിയ കൂട്ടായ്മ സംസ്ഥാന തലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് രൂപപ്പെടാൻ വേണ്ടി പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ കെ.വി. ഗണേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ അങ്ങനത്തെ ഒരു കൂട്ടായ്മ വരട്ടെ എന്ന് നമുക്ക് തൽക്കാലത്തേക്ക് ആശംസിക്കാം. നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ ചെറു പാർട്ടികളിലെ ഇടതുപക്ഷത്തിനൊപ്പം നിന്നിരുന്ന ചെറു പാർട്ടികളിലെ നിലനിൽപ്പിനെ പറ്റി നമ്മൾ പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. പലതും ഇല്ലാതായി പോവും എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ വിലയിരുത്തിയിരുന്നു. പക്ഷേ ഇനി നിലനിൽക്കുന്നവയിൽ അവർക്ക് നിലനിൽക്കാൻ വേണ്ടി ഒറ്റയ്ക്ക് പറ്റില്ല. കാരണം ഒന്നോ രണ്ടോ നേതാക്കന്മാരെ, അല്ലെങ്കിൽ ഒരു MLA-യുടെയോ അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെയോ മാത്രം ബലത്തിൽ നിലനിന്ന് പോരുന്ന ചില പാർട്ടികളാണ് ഇവയിൽ മിക്കതും. അപ്പോൾ അവയെ സംബന്ധിച്ച് ഇനിയൊരു നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ എന്തായാലും അടുത്ത 5 വർഷം അവർ പ്രതിപക്ഷത്തായിരിക്കും. ഇവരെ സംബന്ധിച്ച് പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ പക്ഷം ഒന്നുമില്ല, അവർ ഒന്നോ രണ്ടോ പേരെ കാണും. അപ്പോൾ ഇവർക്ക് നിലനിൽക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഒന്നിച്ച് നിൽക്കണം, അല്ലെങ്കിൽ പുതിയ കക്ഷികളോട് ചേരണം. അപ്പോൾ ഈ ചെറു പാർട്ടികളിൽ ലയന സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ? ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കേരള കോൺഗ്രസ് ബി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. കെ.വി. ഗണേഷ് കുമാർ ഇപ്രാവശ്യം പരാജയപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അപ്രതീക്ഷിതമായിട്ടുള്ളൊരു പരാജയമാണ് കെ.വി. ഗണേഷ് കുമാറിന് പത്തനാപുരത്തുണ്ടായത്. ജ്യോതികുമാർ ചാമക്കാരുടെ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തന മികവിന് അവിടെയുള്ള നാട്ടുകാർ കൊടുത്ത അംഗീകാരമായിരിക്കും അദ്ദേഹത്തിൻ്റെ വിജയം. വട്ടവർ അവിടെ കെ.വി. ഗണേഷ് കുമാർ പരാജയപ്പെട്ടു. കെ.വി. ഗണേഷ് കുമാറിൻ്റെ പാർട്ടിക്ക് സംസ്ഥാനത്ത് മുഴുവൻ അടിത്തറയുണ്ട് എന്നൊന്നും പറയുന്നില്ല. പക്ഷേ പത്തനാപുരത്തും അതോടൊപ്പം തന്നെ കൊട്ടാരക്കരയിലൊക്കെ ആർ ബാലകൃഷ്ണപിള്ളയ്ക്കും കെ.വി. ഗണേഷ് കുമാറിനും വലിയ രീതിയിലുള്ള സ്വീകാര്യതയുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ ഒരു സ്വീകാര്യതയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിന്നിട്ടുള്ളത്. അപ്പോൾ കെ.വി. ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് വ്യക്തിപരമായ ജീവിതത്തിൽ കുറേ ആരോപണങ്ങൾ ഉയർന്നു വന്നു എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം വലിയ ഒരു കാഴ്ചപ്പാടുകളുള്ള ഒരു നേതാവ് തന്നെയാണ് ഈ കെ.വി. ഗണേഷ് കുമാർ എന്ന് പറയുന്നത്. അപ്പോൾ കെ.വി. ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നിലനിൽപ്പ് ഒരു പ്രശ്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പത്തനാപുരത്ത് വീണ്ടും അദ്ദേഹം മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, അദ്ദേഹം പാർട്ടി പരിപാടികളും പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് വളരെ സജീവമായിട്ട് തന്നെ രാഷ്ട്രീയത്തിൽ ഉണ്ടാകും എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് കെ.വി. ഗണേഷ് കുമാർ എന്ന ഒരു ലീഡർ, ഒരു നേതാവ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. പിന്നെ അടുത്തത് നമ്മുടെ ആന്റണി രാജുവിൻ്റെ ജനാധിപത്യ കേരള കോൺഗ്രസ്. ഈ ജനാധിപത്യ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ഈ ജെട്ടി മോഷണവുമായി ബന്ധപ്പെട്ടിട്ട് ആന്റണി രാജുവിനെ ശിക്ഷിച്ചതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ നിലനിൽപ്പ് തന്നെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. ഇനി രാഷ്ട്രീയ ഡയലോഗുകളൊക്കെ അടിക്കാം എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായിട്ട് എത്രത്തോളം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ അദ്ദേഹത്തെ വിശ്വസിച്ച് നിന്നിട്ടുള്ള ആളുകൾക്കും പോകാൻ സാധിക്കും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ജനാധിപത്യ കേരള കോൺഗ്രസ് ഒന്നായി, അവിടെ ആന്റണി രാജു എന്ന് പറയുന്ന ആളുടെ ഇമേജ് തീരെ ഡൗൺ ആണ്. എന്നാൽ ഇപ്പുറത്ത് നിൽക്കുന്ന കെ.വി. ഗണേഷ് കുമാറിന് വ്യക്തിപരമായിട്ടുള്ള ചില ആരോപണങ്ങളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒരു മന്ത്രി എന്നുള്ള രീതിയിലുള്ള പെർഫോമൻസിനെ ആരും ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നില്ല. അപ്പോൾ ഈ പാർട്ടി ഇവിടെ ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്, ജനാധിപത്യ കേരള കോൺഗ്രസ്. പിന്നെ അടുത്തതായിട്ടുള്ളൊരു പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് എസ് ആണ്. ഈ കോൺഗ്രസ് എസിനെ സംബന്ധിച്ചിട്ട് അവരുടെ അവസ്ഥ, ഇപ്പോൾ കടന്നപ്പള്ളി രാമചന്ദ്രൻ പരാജയപ്പെടുന്നു. കടന്നപ്പള്ളി രാമചന്ദ്രൻ പരാജയപ്പെട്ടതോടുകൂടി വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. ഈ കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്ന സന്തോഷ് എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ ED റെയ്ഡ് വരെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നു. എന്നാൽ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുള്ള വകുപ്പുകൾ എന്ന് പറഞ്ഞാൽ തുറമുഖ വകുപ്പ് കഴിഞ്ഞ മന്ത്രിസഭയിൽ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു. പക്ഷേ ഈ ഒരു മന്ത്രിസഭയിൽ രജിസ്ട്രേഷൻ വകുപ്പ് മാത്രമാണ് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോൾ രജിസ്ട്രേഷൻ വകുപ്പിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള അഴിമതികൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. കടന്നപ്പള്ളി രാമചന്ദ്രൻ നേരിട്ട് അഴിമതി നടത്തും എന്ന് നമ്മൾ കരുതുന്നുമില്ല.
എന്നാൽ ഈ പാർട്ടിക്കകത്തും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കടന്നപ്പള്ളി രാമചന്ദ്രനെ സംബന്ധിച്ചിട്ട് പ്രായത്തിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. എന്നാൽ അദ്ദേഹത്തെ ഒരു രക്ഷാധികാരിയൊക്കെ ആയിട്ട് പാർട്ടിക്ക് നിർത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരിക്കലും പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടോ, ഇപ്പം കേരള കോൺഗ്രസ് എസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം തന്നെയാണ്, എങ്കിൽ തന്നെയും അദ്ദേഹത്തിന് ഇനി വരും ദിവസങ്ങളിൽ എത്രത്തോളം സജീവമായിട്ട് രാഷ്ട്രീയത്തിൽ കളം പിടിക്കാൻ പറ്റുമെന്നുള്ളത് ചോദ്യചിഹ്നമാണ്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 3 പാർട്ടികളെ എടുത്ത് പരിശോധിക്കുമ്പോഴും കെ വി ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരാളുടെ തട്ട് തന്നെയാണ് കുറച്ച് ഉയർന്നു നിൽക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ പിന്നീട് വരുമ്പോഴത്തേക്ക് NCP ആണ്. NCP ശരത് പവാർ വിഭാഗം എന്ന് പറയുന്നത് PC ചാക്കോയുടെ നേതൃത്വത്തിലുള്ള പാർട്ടിയാണ്. അതിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ട് സുരേഷ് ബാബു വന്നു. ആ പാർട്ടി ഇപ്പോൾ ശോഷിച്ചൊന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ദേശീയ തലത്തിൽ തന്നെ NCP NDയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അജിത് പവാറിൻ്റെ മരണത്തിന് ശേഷം ശരത് പവാർ വളരെ അടുത്ത ബന്ധത്തിലാണ് ഈ അജിത് പവാറിൻ്റെ കുടുംബവുമായിട്ടുള്ളത്. അതുകൂടാണ്ട് തന്നെ സുപ്രിയ സുലെയും വളരെ അടുത്ത ബന്ധമാണ് ഈ അജിത് പവാറിൻ്റെ ഭാര്യയുമായിട്ടൊക്കെ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഉറപ്പിച്ചു പറയാൻ വേണ്ടിയിട്ട് സാധിക്കും, ദിവസം കുറച്ച് വൈകിയാലും ശരത് പവാറിൻ്റെ കാലം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ NCP ശരത് പവാർ വിഭാഗം NCPയുടെ ഭാഗമായിട്ട് തീരും. അങ്ങനെ NCP മാത്രമായിട്ട് മാറും. അപ്പോൾ NCP എവിടെയാണ് നിൽക്കുന്നത്? NDയുടെ ഘടകകക്ഷിയായിട്ട് നിൽക്കുന്നത്. ഈ തോമസ് കെ തോമസും AK ശശീന്ദ്രനും ഒരുമിച്ച് നിൽക്കുമോ എന്നുള്ള പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ AK ശശീന്ദ്രനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പ്രായം ഒരുപാട് ഏറെയാണ്. തോമസ് കെ തോമസിനെ സംബന്ധിച്ചിട്ട് ഒരു പാർട്ടിയൊക്കെ ഉണ്ടാക്കി ആ പാർട്ടിയുമായിട്ട് മുമ്പോട്ട് പോകാനുള്ള ശേഷിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇല്ല എന്ന് തന്നെ നമുക്ക് പരസ്യമായിട്ട് പറയാൻ പറ്റും. എന്നാൽ അവരറിയപ്പെടുന്ന ഫേസാണ്. ഒരാൾ MLA ആണ്, ഒരാൾ മുൻ മന്ത്രിയാണ്. അപ്പോൾ അവിടെയും 2 ലീഡേഴ്സ് ഉണ്ട്. അതുകൂടാതെ അതിനകത്ത് കുറച്ച് അല്ലറ ചില്ലറ നേതാക്കന്മാരൊക്കെ അവിടെയും ഇവിടെയൊക്കെ ഉണ്ട് NCPക്കകത്ത്. അതിനകത്തൊക്കെ ഒരു ജീവിതം നഷ്ടപ്പെട്ടു പോയ ഒരുപാട് NCPക്കാരുണ്ട്. അതായത് നേരത്തെ ഈ കോൺഗ്രസിൽ നിന്ന് DAC വഴി NCPയിലെത്തി NCPയിൽ തന്നെ തുടർന്ന കുറേ ആളുകളുണ്ട്. അവരൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് ഈ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റോളുകൾ വഹിക്കും എന്നാണ് കരുതിക്കൊണ്ടിരുന്നത്. എന്നാൽ അവരുടെയൊക്കെ രാഷ്ട്രീയ ഭാവി ഒന്നുമല്ലാതെ പോകുന്നൊരു കാഴ്ച നമ്മുടെ കൺമുമ്പിൽ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ PC ചാക്കോയെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ NCP ശരത് പവാർ വിഭാഗം എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൻ്റെ ഒരു ക്യാബിനറ്റ് റാങ്ക് കിട്ടിയേക്കാം, അല്ലെങ്കിൽ രാജ്യസഭയിലേക്ക് ഒരു MP ആയിട്ട് അദ്ദേഹത്തെ കൊണ്ടുപോയേക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു സ്റ്റേറ്റിൻ്റെ ഗവർണറായിട്ട് അദ്ദേഹത്തെ വിടാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ട് PC ചാക്കോയുടെ ഇനിയുള്ള ജീവിതം എന്ന് പറയുന്നത് NDയിലുള്ള NCPയുടെ കൂടെ ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ NCPയിൽ നിന്ന് വിട്ട് പുതിയ പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിച്ച് നിൽക്കുന്ന AK ശശീന്ദ്രനെ സംബന്ധിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിട്ടും ഈ തോമസ് കെ തോമസിനെ സംബന്ധിച്ചിട്ടും ഈ ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് ചേരാം. ഈ പറഞ്ഞ ഒരു ചെറു പാർട്ടികളുടെ ലയനവുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ കൂടെ ചേരാവുന്നതാണ്. അപ്പോഴും നമ്മൾ നോക്കുന്ന സമയത്തും അവിടെ ഒരു ഫേസ് ആയിട്ട് നിൽക്കുന്ന ആരാണ്? കെ വി ഗണേഷ് കുമാറാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ വരുന്ന സമയത്ത് കേരള കോൺഗ്രസ് കറിയ തോമസ് വിഭാഗമുണ്ട്. അതായത് ബിനോയ് വർഗീസ് എന്ന് പറയുന്ന എലഗൻറ്റിൻ്റെ ഓണറാണ് അതിൻ്റെ തലപ്പത്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഏതൊരു ബോർഡിൻ്റെ ചെയർമാനായിരുന്നു. അതിനപ്പുറത്തേക്ക് വേറെ വലിയൊരു പ്രാധാന്യമൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ബിനോയ് എന്ന വ്യക്തിക്ക് ഈ ഇടതുപക്ഷം കൊടുക്കുന്നൊരു പ്രാധാന്യമുണ്ട്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ ആയിട്ടുള്ളൊരു ആത്മബന്ധം, ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ കേരള കോൺഗ്രസ് കറിയ തോമസ് വിഭാഗത്തെ LDFൽ ഉൾപ്പെടുത്താനും അങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ടൊക്കെ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ബിനോയ് ജോസഫ് വർഗീസ് അങ്ങനെ എന്താണ് പേര്, ബിനോയ് ചേട്ടൻ എന്നാണ്, എലഗന്റ് ബിനോയ് എന്നാണ് എല്ലാവരും അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പറഞ്ഞ എലഗന്റ് ബിനോയെ സംബന്ധിച്ചിട്ട് വെച്ച് നോക്കുമ്പോഴും താരം ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് KB ഗണേഷ് കുമാർ തന്നെയാണ്. അതോടൊപ്പം തന്നെ പിന്നീടുള്ളത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ JSS ആണ്. JSSന് പല വിഭാഗമുണ്ട്. AV താമരാക്ഷൻ വിട്ടുപോയിട്ട് വേറെ ഏതോ JSS ഉണ്ടാക്കി. അതോ അദ്ദേഹം ഇപ്പോൾ ഏത് പാർട്ടിയിലാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അദ്ദേഹത്തൊക്കെ ഇനി അടുപ്പിക്കുമോ എന്നുള്ള കാര്യങ്ങളിലും പല സംശയങ്ങളുണ്ട്. അതുകൂടാണ്ട് അദ്ദേഹം എനിക്ക് തോന്നുന്നു JDSൽ പോയി ചേർന്നോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം JDSന്റെ ഭാവി JDS ഏകദേശം കഴിഞ്ഞല്ലോ. JDS പുതിയ പാർട്ടി ഉണ്ടാക്കിയല്ലോ, ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ പാർട്ടി അവരുണ്ടാക്കി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കെ കൃഷ്ണൻകുട്ടിയുടെയും അതോടൊപ്പം തന്നെ മാത്യു ടി തോമസിൻ്റെയൊക്കെ അവരങ്ങനെ തന്നെ നിൽക്കാനായിട്ടുള്ള സാധ്യതയാണുള്ളത്. ഒരു കാരണവശാലും അവർ LDF വിട്ടിട്ട് പുറത്തേക്ക് പോകാനായിട്ടുള്ള സാധ്യതയൊന്നുമില്ല. അവർ ആ രീതിയിൽ തന്നെ നിൽക്കും. ഞാനീ പറഞ്ഞു വരുന്നതും LDF വിട്ടുപോകുന്നവരുടെ കാര്യമല്ല, LDFനകത്തുള്ള ചെറു പാർട്ടികളുടെ ലയനമാണ്. എന്നാൽ ഈ JSSലെ രാജൻബാബു വിഭാഗം ഇപ്പോൾ നിൽക്കുന്ന UDFലാണ്. UDFൽ നിന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഗുണം JSSന് ഈ വരുന്ന പുനഃസംഘടനകളിൽ, അതായത് ഈ കോർപ്പറേഷൻ ബോർഡ് വീതം വെക്കൽ ലഭിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സാധ്യതയില്ല എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. അപ്പോൾ ഈ JSSനകത്തുള്ള ഒരുപാട് കരുത്തരായിട്ടുള്ള നേതാക്കന്മാരുണ്ട്. അവരുടെ എല്ലാം ഒരു ലെഫ്റ്റ് മനോഭാവമുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവരെന്ത് ചെയ്യും? അവർക്കും ആശ്രയിക്കാൻ സാധിക്കുന്ന ഒന്നാണ്
പുതിയതായിട്ട് രൂപം കൊള്ളാൻ പോകുന്ന ഈ ചെറു പാർട്ടികളെല്ലാം കൂടെ ചേർന്ന് രൂപം കൊള്ളാൻ പോകുന്ന പാർട്ടി. അപ്പോഴും അവിടെ ലീഡർഷിപ്പിൽ നിൽക്കാൻ പറ്റുന്ന ആർക്കാണ്? കെ ബി ഗണേഷ് കുമാറിനാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഫോർവേഡ് ബ്ലോക്ക് ഉണ്ട്. ഫോർവേഡ് ബ്ലോക്ക് ദേശീയ തലത്തിൽ തന്നെ ഒരു ഇടത് പക്ഷത്തോടൊപ്പം തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. ആ പാർട്ടിക്ക് ഒരിക്കലും ഈ ചെറു പാർട്ടികളിൽ നിന്ന് ലയിക്കാൻ ഉള്ള സാധ്യതയില്ല. എന്നാൽ ഈ പറഞ്ഞ ഫോർവേഡ് ബ്ലോക്കിന് വരാൻ പോകുന്ന ഈ ബോർഡ് കോർപ്പറേഷനുകളുടെയും അതോടൊപ്പം തന്നെ മറ്റ് പല അധികാര വിഭജനത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് എന്ത് ലഭിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും. അവർ യു ഡി എഫിൽ തന്നെ തുടരണോ അല്ലെങ്കിൽ യു ഡി എഫിൽ ഇങ്ങനെ കടിച്ചു നോക്കി നിൽക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുക. അപ്പോൾ ഇനിയുമുണ്ടോ ഒരുപാട് ചെറിയ ചെറിയ പാർട്ടികൾ. അതുപോലെ ഐ എൻ എല്ലിനെ സംബന്ധിച്ചിട്ട് അവർക്ക് കോഴിക്കോട് മലപ്പുറം ഭാഗങ്ങളിലൊക്കെ ചില സ്വാധീനങ്ങൾ, കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ ചില സ്വാധീനങ്ങളുണ്ട്. മറ്റ് കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ കുറച്ച് പോക്കറ്റുകളിലൊക്കെ ഈ INL എന്ന് പറയുന്ന പാർട്ടി ഉണ്ട്. അപ്പോൾ ഈ INLനെ സംബന്ധിച്ചിട്ടും അവർക്ക് മുമ്പിൽ നിർത്താൻ പറ്റുന്ന ഒരു നേതാവ് എന്ന് പറയാനായിട്ട് ഇപ്പോൾ മന്ത്രി മാത്രമാണ് ഉണ്ടായിരുന്നത്. മന്ത്രിയുടെ പേര് പോലും നമ്മൾ പോലും മറന്നുപോയി എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കി അദ്ദേഹത്തെയൊക്കെ ഏത് രീതിയിലാണ് കേരള രാഷ്ട്രീയത്തിൽ സ്മരിക്കപ്പെടുന്നതെന്ന്. അഹമ്മദ് ദേവർകോവിലിനൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു സോഷ്യൽ മീഡിയ ട്രോൾ മെറ്റീരിയലായിട്ട് മാറിക്കഴിഞ്ഞതും അദ്ദേഹത്തിനൊക്കെ ഒരു പാർട്ടിയെ കൊണ്ടു നടക്കാനുള്ള ശേഷിയോ കരുത്തോ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ KB ഗണേഷ് കുമാറിനെ പോലെയുള്ള ഒരാളുടെ നേതൃത്വത്തിൽ ഒന്നിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ വലിയ ശക്തിയായിട്ടുള്ള ഒരു പാർട്ടിയായിട്ട് ഇവർക്ക് കേരളത്തിൽ മാറാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോഴും KB ഗണേഷ് കുമാറിനെതിരെ വ്യക്തിപരമായിട്ട് ഉയർന്നിട്ടുള്ള ചില ആരോപണങ്ങളുണ്ട്. ഈ ആരോപണങ്ങളെ മറികടക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ തരത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ഈ ചെറിയ പാർട്ടികളെല്ലാം കൂടി ലയിച്ചു കഴിഞ്ഞാൽ ഒരു ശക്തിയുള്ളൊരു പാർട്ടിയാവും. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ തന്നെ പല പല രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ പ്രവർത്തിച്ച് ഒരു പാർട്ടിയിൽ ഒരു സ്ഥാനവും കിട്ടാൻ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് മാറും. അതുകൂടാതെ തന്നെ ഇപ്പോൾ UDF-നെ സംബന്ധിച്ചിട്ട് കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്നത്, UDF-ന് ഏറ്റവും വലിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് UDF റൺ ചെയ്യുന്നത്, പിന്നെ മുസ്ലിം ലീഗിൻ്റെയും. അപ്പോൾ ഈ UDF-നകത്ത് അസ്വസ്ഥരായിട്ട് നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ UDF-നകത്ത് അസ്വസ്ഥരായിട്ട് നിൽക്കുന്ന കുറേ ആളുകൾ കൂടി പതുക്കെ അധികാര സ്ഥാനങ്ങളൊന്നും കിട്ടാതെ വരുമ്പോഴത്തേക്ക് പുറത്തേക്ക് ചാടുന്നൊരു അവസ്ഥയുണ്ടാവും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഒരു പുതിയ പാർട്ടി സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. പക്ഷേ KB ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് അദ്ദേഹം കുറച്ചുകൂടി പൊളിറ്റിക്കലാവേണ്ടതുണ്ട്. ഈ സിനിമകളൊക്കെ ഒന്ന് മാറ്റിവെക്കേണ്ടതുണ്ട്. അത് കൂടാതെ തന്നെ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ചില ഡയലോഗുകളുണ്ട്. അപ്പം ഈ ആളുകളെ പുച്ഛിക്കുന്നൊരു രീതിയുണ്ട്, ചില മാടമ്പിത്തരങ്ങളുണ്ട്. ഇതൊക്കെ ആളുകളിൽ ചില സമയങ്ങളിലൊക്കെ വെറുപ്പുളവാക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതൊക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ചില ബോഡി ലാംഗ്വേജുകളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ മുന്നിൽ നിർത്താൻ പറ്റുന്ന ഒരു നേതാവ് എന്ന് പറയുന്നത് KB ഗണേഷ് കുമാർ തന്നെയാണ്. പിന്നെ അതിന് സപ്പോർട്ടീവായിട്ട് പ്രായമൊക്കെ ആയിട്ടുണ്ടെങ്കിലും ഒരു രക്ഷകർത്താക്കളുടെ രക്ഷാധികാരി, ഈ രക്ഷാധികാരിയുള്ള കേരളത്തിലെ ഒരു പാർട്ടിയെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ആ പാർട്ടി ഇപ്പോൾ UDF-ലുള്ളത്. അപ്പോൾ KB ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിട്ട് ഈ പറഞ്ഞ AK ശശീന്ദ്രനെയും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ നമ്മളുടെ കടന്നപ്പള്ളി രാമചന്ദ്രനെയൊക്കെ ഒരു രക്ഷാധികാരിയാക്കി വെച്ചതിന് ശേഷം ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെയുള്ള ആളുകളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഒരു പുതിയ പാർട്ടി രൂപീകരിക്കുക. പിന്നെ നമ്മുടെ കോവൂർ കുഞ്ഞുമോൻ്റെ RSP ലെനിനിസ്റ്റ്, ആ പാർട്ടിയുടെ പ്രവർത്തനം അവിടെ തന്നെ ഉണ്ടോയെന്ന് നമുക്ക് സംശയമാണ്. കുന്നത്തൂരല്ലേ പുള്ളി മത്സരിക്കുന്നത്. കുന്നത്തൂർ തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയ ആ ഒരു പാർട്ടി വ്യക്തിപരമായ വോട്ടുകളിൽ ജയിച്ചു പോകും. തീർച്ചയായിട്ടും ഇപ്രാവശ്യം പിന്നെ അവർ കുത്തൊഴുക്കിലാണ്. അല്ലെങ്കിൽ അവിടെ കോവൂർ കുഞ്ഞുമോനൊന്നും തോൽപ്പിക്കാൻ സാധിക്കത്തില്ല. കോവൂർ കുഞ്ഞുമോൻ്റെ എന്തോ ഒരു അർത്ഥ സഹോദരനാണ് അവിടെ ഇപ്രാവശ്യം വിജയിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ ബന്ധുവാണ്, കോവൂർ കുഞ്ഞിൻ്റെ ബന്ധു തന്നെയാണ് ഉല്ലാസ് കോവൂർ എന്ന് പറയുന്നത്. നല്ല മിടുക്കനായിട്ടുള്ള ചെറുപ്പക്കാരുണ്ടോ ഉല്ലാസ് കോവൂർ, അതിനകത്ത് നമുക്ക് എതിർപ്പില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് കോവൂർ കുഞ്ഞുമോൻ ഉൾപ്പെടെയുള്ള ആളുകളെ ചേർത്തുകൊണ്ട് വളരെ വലിയ രീതിയിലേക്ക് ഒരു പ്ലാറ്റ്ഫോം ഇവർക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ പറയാം, NCP മാറ്റിപ്പണ്ട ഇപ്പോൾ അടുത്ത ബന്ധമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലതിക സുഭാഷൊക്കെ കോൺഗ്രസ്സിൽ ആയിരുന്നുവെങ്കിൽ ഇപ്പം മന്ത്രിയാവേണ്ട ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഈ പ്ലാറ്റ്ഫോമിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് അവരൊക്കെ ഒരു വനിതാ ഫേസ് ആക്കി വെച്ചുകൊണ്ട് തന്നെ വളരെ ഒരു വലിയ ഒരു പാർട്ടി പ്ലാറ്റ്ഫോം ഈ പറഞ്ഞ ചെറു പാർട്ടികൾക്ക് ചേർന്ന് കേരളത്തിൽ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്തെ ഒരു ശക്തിയുള്ള പാർട്ടിയായിട്ട് മാറും. ഇങ്ങനെ പാർട്ടി ഉണ്ടാക്കാൻ അന്വേഷിച്ചിറങ്ങുന്ന മറ്റൊരാളുണ്ട്, PV അൻവറിനെ ഒന്നും ഒരിക്കലും ഇടതുപക്ഷം അംഗീകരിക്കത്തില്ല. PV അൻവറിനെ കോൺഗ്രസോ UDF-ഓ തന്നെ അംഗീകരിക്കാൻ വേണ്ടി പോകുന്നില്ല. കാരണം VD സതീശൻ മുഖ്യമന്ത്രി ആയിട്ടിരിക്കുന്നിടത്തോളം അത്രയും കാലം
PV അൻവറിന് വേണ്ടത്ര ഒരു പരിഗണനയും കൊടുക്കത്തില്ല. ഈ ഓൾട്ടർനേറ്റീവ് പാർട്ടിയുടെ അകത്തേക്ക് തൽക്കാലം PV അൻവറിനെ ഒരു കാരണവശാലും അടുപ്പിക്കത്തില്ല. കാരണം PV അൻവറിനെ ഇപ്പം ഞാനിപ്പോൾ മനസ്സിലാക്കി വയ്ക്കുന്നത് എന്താ വെച്ചാൽ സജി മഞ്ഞക്കടമ്പം പോലും PV അൻവറിനെ ഈ ദിവസങ്ങളിൽ തള്ളി പറയും. ഈ വരും ദിവസങ്ങളിൽ PV അൻവറിനെ സജി മഞ്ഞക്കടമ്പം പോലും തള്ളി പറയും. കാരണം സജി മഞ്ഞക്കടമ്പന് ഒന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം PV അൻവറിനെ ഒന്നും കിട്ടുന്നില്ല. സജി മഞ്ഞക്കടമ്പൻ എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോൻസി ജോസഫ് എന്ന് പറയുന്ന ആൾ UDF ലുണ്ട്. മോൻസി ജോസഫ് UDF മന്ത്രിയായിട്ടിരിക്കുന്ന അത്രയും കാലം സജി മഞ്ഞക്കടമ്പന് UDF നിന്ന് ഒന്നും കിട്ടാൻ പോകുന്നില്ല. പിന്നെ ഏതെങ്കിലും ഒരു ബോർഡ് മെമ്പറൊക്കെ ആയിട്ട് സജി മഞ്ഞക്കടമ്പൻ പോയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് യൂത്ത് ഫ്രണ്ട് എമ്മിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടിരുന്ന ഒരാളാണ് സജി മഞ്ഞക്കടമ്പൻ. അതുകൂടാണ്ട് തന്നെ എത്രയോ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള, അതായത് ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരാളാണ് സജി മഞ്ഞക്കടമ്പൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സജി മഞ്ഞക്കടമ്പനെയൊക്കെ സംബന്ധിച്ചിട്ട് സജി മഞ്ഞക്കടമ്പന് വേണമെങ്കിൽ ഈ ഒരു കൂട്ടായ്മയിൽ ചേരാം. അതല്ലെങ്കിൽ സജി മഞ്ഞക്കടമ്പനെ സംബന്ധിച്ച് സജി മഞ്ഞക്കടമ്പന് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒക്കെ വാതിലുകൾ എപ്പോഴും മലക്ക തുറന്നു കിടക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഒരു പാർട്ടി ഒരു ശക്തിയുള്ള ഒരു പാർട്ടിയായിട്ട് മാറുന്ന സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് പാർട്ടികളുടെ എണ്ണം കുറയും. ഈ പാർട്ടികളുടെ എണ്ണം കുറയുമ്പോഴത്തേക്ക് കരുത്തരായിട്ടുള്ള CPM, CPI, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്, RJD, പിന്നെ ഈ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാ പാർട്ടി, അതായത് പഴയ JDS, പിന്നെ ഇവരെല്ലാവരും കൂടി ഈ ചെറു കക്ഷികളെല്ലാവരും കൂടെ ചേർന്ന് രൂപീകരിക്കുന്ന ഒരു പാർട്ടി. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു ശക്തിയുള്ള ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്, സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർക്ക് ഇരിക്കാൻ പറ്റും. മറിച്ച് ഒരു ആളില്ലാ പാർട്ടിയുടെ, ഒരു ഈർക്കിലി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാന്ന് പറയുന്നതും ആളുള്ള ഒരു പാർട്ടിയുടെ ബൂത്ത് പ്രസിഡന്റാന്ന് പറയുന്നതും തുല്യമാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ KV ഗണേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയ ചെറു പാർട്ടികളുടെ എല്ലാം കൂടി ഒരു പുതിയ കൂട്ടായ്മ സംസ്ഥാന തലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് രൂപപ്പെടാൻ വേണ്ടി പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ KV ഗണേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ അങ്ങനത്തെ ഒരു കൂട്ടായ്മ വരട്ടെ എന്ന് നമുക്ക് തൽക്കാലത്തേക്ക് ആശംസിക്കാം. ചെറു പാർട്ടികളുടെ ഒരു കുറവ് വളരെ അത്യന്താപേക്ഷിതമാണ്. അതല്ലെങ്കിൽ നമ്മൾ ബസ്സിൽ കയറുന്ന സമയത്തൊക്കെ UDFനകത്തേക്ക് നമുക്ക് ഒരുപാട് പറയാനുണ്ട്. പക്ഷേ അവരെ കൂടെ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയം അങ്ങോട്ട് നീണ്ടുപോകും. കാരണം പലപ്പോഴും നമ്മൾ ബസ്സിൽ കയറുന്ന സമയത്ത് നമ്മളോട് പറയുന്നതായിരിക്കും ഞാൻ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന നമ്മളോട് ചോദിക്കും നിങ്ങൾ ആരാണ്? ഞാനും ജോസഫ് ഗ്രൂപ്പിൻ്റെ സെക്രട്ടറിയാണ്. അതായത് കഴിഞ്ഞ ദിവസം MB ജോസഫുമായിട്ട് നടന്ന ഒരു അഭിമുഖത്തിൽ, രാജേഷേട്ടോട് നടന്ന അഭിമുഖത്തിൽ ഈ MB ജോസഫ് സാർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പാർട്ടിയുടെ വൈസ് ചെയർമാനാണ്, പക്ഷെ ഞങ്ങളുടെ പാർട്ടിക്കകത്ത് 25ഓളം വൈസ് ചെയർമാന്മാരുണ്ട്. അപ്പോൾ ആ വൈസ് ചെയർമാൻ എന്ത് വാല്യൂ ആണുള്ളത്? അതായത് ആദ്യമായിട്ട് ചെയർമാന്, എക്സിക്യൂട്ടീവ് ചെയർമാന്, പിന്നെ അങ്ങനത്തെ ഒരുപാട് നമ്മളൊന്നും കേൾക്കാത്ത രീതിയിലുള്ള ഒരുപാട് ഡെസിഗ്നേഷൻസ് സംഭാവന ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയാണ് ഈ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് അവർക്ക് സംഘടനാ സംവിധാനമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു നേതാക്കന്മാർ മാത്രമുള്ള പാർട്ടിയാണ്. കോൺഗ്രസ് പ്രവർത്തകരുടെ വോട്ട് കൊണ്ട് മാത്രം വിജയിച്ചേക്കുന്നൊരു 7 MLA കിട്ടി. അത് അവരുടെ ഭാഗ്യം മാത്രമാണ് എന്നുള്ളതാണ് സത്യം. ഏതൊക്കെയാലും KV ഗണേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ അതിശക്തമായിട്ടൊരു പാർട്ടി, അതിൽ AK ശശീന്ദ്രനും കടന്നപ്പള്ളി രാമചന്ദ്രനും ഈ പറയുന്ന തോമസ് കെ തോമസ് ഉൾപ്പെടെയുള്ള ആളുകൾ അണിനിരക്കും എന്ന് തന്നെയാണ് നമ്മളുടെ പ്രതീക്ഷ.